നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ പ്രിയ ഗായിക ജോത്സനയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ജോത്സനയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ, ഒപ്പം ചെറിയ മോശപ്പെട്ട കാര്യങ്ങളും ജോത്സന നമ്മളുമായി പങ്കുവെക്കുകയാണ്. AR റഹ്മാൻ്റെ കൂട്ടത്തിൽ പാട്ട് പാടാനും ലോകം കാണാനും കിട്ടിയൊരവസരം എന്തുകൊണ്ട് ജോത്സന നഷ്ടപ്പെടുത്തി? JB ജംഗ്ഷൻ കാണുക. അതിനിടയിൽ നല്ലൊരു ബ്രേക്ക് വേറൊന്ന് കിട്ടി, മനസ്സിനക്കരെ അല്ലേ? ഹ്യൂജ് ബ്രേക്ക്. അതിൽ ഒരുപാട് ഗുണം വന്നു. ദാസേട്ടൻ്റെ സ്പർശം വരുന്നു, ദാസേട്ടനൊപ്പം ഇങ്ങനെ നിന്ന് പാടുന്നു, അതിൻ്റെ ഒരു സംഭവങ്ങൾ. പക്ഷെ ദാസേട്ടൻ പാടിക്കഴിഞ്ഞ് പോയി, എന്നാലും പക്ഷേ പാട്ട് വരുമ്പോൾ ദാസേട്ടനും ജോത്സനയും കൂടി പാടിയ പാട്ട് ശരിക്കും പടം ഭയങ്കര ഹിറ്റാകുന്നു. അതെ, പാടി നിന്നെ ഞാനുണർത്തിയോ മലേ, മെല്ലെ ഒന്ന് പാടി നിന്നെ ഞാനുണർത്തിയോ മലേ, കണ്ണിലുള്ള കനവൂതാതെ നിൻ ചുണ്ടിലുള്ള ചിരിമായാതെ, ആദി പെയ്ത മഴ കാണാതെ വെൺ പാരിജാത മലരറിയാതെ, മെല്ലെ ഒന്ന് പാടി നിന്നെ ഞാനുണർത്തിയോ മലേ, ഞാനുണർത്തിയോ മലേ, ഞാനുണർത്തിയോ മലേ. ഈ പാട്ടുകളെല്ലാം പാടി ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ കുറേ കത്തുകൾ എടുത്ത് നശിപ്പിച്ച് കളയുന്നു. പക്ഷെ എങ്കിൽ പോലും ഈ സ്റ്റേജ് ഷോ ഇപ്പോഴും ദേഷ്യം വന്നുകൊണ്ടിരിക്കുക അച്ഛനോടുള്ളത്. അച്ഛൻ മാവാണെങ്കിൽ ഇങ്ങനൊരു ചതി ചെയ്യാൻ പാടുണ്ടായിരുന്നോ? അല്ല, അത് കുഴപ്പമില്ല, ഞാൻ അച്ഛനായിട്ട് സെറ്റിൽ ചെയ്തോളാം. ഒരാഴ്ച അച്ഛൻ്റെ കാര്യം കട്ടപ്പോ അച്ഛനോട് പറഞ്ഞിരുന്നു ഈ പരിപാടിക്ക് വരുന്നതാണെന്ന്. അച്ഛനെന്ത് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു ഒരു ഉപദേശം, മോളെ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു ആദ്യം. അതാണ് പറഞ്ഞത്. അതാണ് ഒരു പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ കുസൃതിയെക്കുറിച്ചുള്ള വിവരം എനിക്ക് കിട്ടിയെന്നുള്ള കാര്യം അതിനെ അറിഞ്ഞിട്ടുണ്ടാവാം. അച്ഛൻ അറിയില്ലാന്നോ? അറിയില്ല, പക്ഷേ ഈ ഒരു ഷോയിലൂടെ അദ്ദേഹം അറിഞ്ഞിരിക്കുകയാണ് ഈ കത്ത് നശിപ്പിച്ച് കളഞ്ഞ കാര്യങ്ങൾ. അത് ശരി. അപ്പൊ സാറിന്റെ ഒരു ഇമാജിനേഷൻ ഞാനുള്ള കാര്യം പറഞ്ഞ്, അല്ലാണ്ട് എങ്ങനെ അറിഞ്ഞിരിക്കും? കണ്ടോ, സാറ്റലൈറ്റ് ഉണ്ടോ? JB സാറ്റലൈറ്റ്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേ. അച്ഛനത് ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ കിട്ടിയത് എനിക്ക്. അത് ഞാൻ പറയില്ല, എന്താ കാരണം ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇപ്പം ഗായു ചെയ്ത ഗുരുത്തക്കേടുകളെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞല്ലോ. വളരെ അടുത്ത സുഹൃത്താണോ? എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പം വേണേ കണ്ടുപിടിച്ചോളൂ. ജോത്സന അപ്പം സ്റ്റേജ് ഷോകളിൽ പോയി തുടങ്ങി. സ്റ്റേജ് ഷോകൾ എന്ന് പറഞ്ഞാൽ ഒരു ഗായികയുടെ ശബ്ദവിന്യാസങ്ങളെ പോലെ തന്നെ ആ ഗായികയുടെ സൗന്ദര്യവും പ്രധാനമാണ്. ആൾക്കാർ നേരിട്ട് കാണുകയാണ്. ഇനി എന്താ ഞാൻ ചോദിക്കാൻ പോകുന്നുള്ളതായിരിക്കല്ലേ, എന്താണാവോ എന്നുള്ളത്. ഒരുപാട് ചെറുപ്പക്കാർ പരിചയപ്പെടാൻ വന്ന ചെറുപ്പക്കാര് നമ്മള് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പലരും വരും, സംസാരിക്കും, പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയും. അങ്ങനെ ചെറുപ്പക്കാര് പരിചയപ്പെട്ടിട്ടുണ്ട്. അവർ വരുന്നു, യേശുദാസിനെ കുറിച്ച് പറയുന്നു, ജാനകിയെ കുറിച്ച് പറയുന്നു, ചിത്രയെ കുറിച്ച് പറയുന്നു, ജോത്സനയുടെ പാട്ടിനെ കുറിച്ച് പറയുന്നു, മോഹൻ സിത്താര സാർ തന്ന പാട്ടുകൾ. ഇത് വരുന്ന ചെറുപ്പക്കാരെ ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ലൈഫ് എന്താ വെച്ചാല്, ഞാനിപ്പോ പ്രോഗ്രാമിന് വേണമെങ്കിൽ എന്റെ കൂടെ അച്ഛനുണ്ടാവും. പ്രോഗ്രാമിന് പോകും, അച്ഛൻ ബാക്ക് സ്റ്റേജ് ഉണ്ടാവും. പ്രോഗ്രാം കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോവും, അച്ഛനും ഞാനും കൂടെ വണ്ടി കയറി പോവും. അപ്പൊ പിന്നെ എവിടെ ചെറുപ്പക്കാർക്ക് പരിപാടി അച്ഛനെ കൂടെ അച്ഛനിങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ പ്രധാനമന്ത്രിയുടെ പിന്നിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരെ പോലെ ഇങ്ങനെ നോക്കും. അയ്യോ, അച്ഛനുള്ളതുകൊണ്ടാണ് കേട്ടോ എന്റെ ലൈഫ് ഇങ്ങനെ ഇത്രയും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് പോയത്. ഒരു സംശയമില്ല കാര്യത്തില്. തീർച്ചയായിട്ടും ജോത്സനയ്ക്ക് സ്നേഹധനനായ ഒരു അച്ഛനെ കിട്ടിയത് ജോത്സനയുടെ സൗഭാഗ്യങ്ങളിലൊന്നാണ്. സ്വാഭാവികമായിട്ടും ജോത്സന ഈ രൂപത്തിലായതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശില്പികൾ ഒന്ന് അച്ഛനാണ്. വരട്ടെ അച്ഛൻ. ഹായ് ജിനൂസേ. ഒരു ഗായികയായതിനു ശേഷം JB ജംഗ്ഷനിലിരുന്നൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുന്നു. പഴയ കാലങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ആദ്യകാലങ്ങളിൽ റെക്കോർഡിങ്ങിനും പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്നതിനൊക്കെ പോകുന്നതിന് മുമ്പ് വിളിച്ചുണർത്തിയിരുന്നതും കൊണ്ടുപോയിരുന്നൊക്കെ ഞാനായിരുന്നു. അന്ന് ഒരു 10 മണിക്ക് എറണാകുളത്തെ റെക്കോർഡ് ഉണ്ടെങ്കിൽ 8 മണി വരെ കിടന്നുറങ്ങുന്ന ശീലമായിരുന്നു.
പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറേ വഴക്കൊക്കെ കേട്ടതിന് ശേഷമേ സമയത്തിന് എണീറ്റ് പോകാറുള്ളൂ. വിവാഹത്തിന് ശേഷം ഇപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം സ്വയം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എങ്ങനെ തോന്നുന്നു? എങ്ങനെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്? ഒന്ന് പറയാമോ? വെരി ഗുഡ്. അച്ഛാ, ഒറ്റ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് അച്ഛനോട് വിയോജിപ്പുള്ളൂ, ആ കത്തുകളൊക്കെ നശിപ്പിച്ചത്. പോട്ടെ, എന്നാലും വേണ്ടില്ല. പക്ഷെ ജോത്സ്യനായിട്ട് നന്മയ്ക്ക് വേണ്ടി ആയിരുന്നതിൽ നമുക്ക് സന്തോഷിക്കാം. അച്ഛൻ, ഞാൻ എൻ്റെ അച്ഛനായോണ്ട് ഞാൻ പറയല്ല, പക്ഷെ എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. അച്ഛൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടേക്കണ പോലെ എനിക്ക് തോന്നുന്നില്ല എൻ്റെ ജീവിതത്തിൽ ആരും എനിക്ക് വേണ്ടി അത്ര സാക്രിഫൈസ് ചെയ്യുന്നുള്ളത്. അച്ഛൻ കുറേ എൻ്റെ കഴിവ് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഹിസ് ഡൺ സോ മച്ച്. ശരിക്കും ഹിസ് ഗോൺ ഔട്ട് ഓഫ് ഹിസ് വേ എൻ്റെ കല പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത്രയും വലിയൊരു ആർട്ട് ലവറാണ് അച്ഛൻ. അച്ഛൻ കുറേ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. ഇനി പെട്ടെന്ന് അച്ഛൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഓർമ്മ വരിക. ജോത്സ്യനെ എപ്പം കാണുമ്പോഴും അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അതെ, ഇപ്പം ഇന്ന് മാത്രമാണ് ഞാൻ ജോത്സ്യനെ അച്ഛനില്ലാതെ കാണുന്നത്. എന്തായാലും ജോത്സ്യനെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിച്ച ശേഷമാണ് അച്ഛൻ മാറി നിന്നത്. അച്ഛൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് 10 മണിക്ക് പ്രോഗ്രാം എറണാകുളത്തുണ്ടെങ്കിൽ 8 മണിക്ക് തൃശ്ശൂരെ വീട്ടിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സത്യ. അയ്യോ, ഉറക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ്. ഇപ്പോഴുമാണ് ഉറങ്ങാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ അപ്പോൾ കിടന്നുറങ്ങും. നല്ലൊരു ഐസ്ക്രീം കഴിക്കുന്ന സുഖമാണല്ലേ ഉറക്കം എന്ന് പറഞ്ഞാൽ? ഭയങ്കര സുഖമല്ലേ കിടന്നുറങ്ങാൻ? ഏറ്റവും സുഖമുള്ള കാര്യമല്ലേ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ. കാരണം എത്ര നേരം വേണമെങ്കിലും ഞാൻ കിടന്നുറങ്ങുന്നുള്ളതാ. എന്നിട്ട് എത്ര ചീത്ത ഞാൻ കേട്ടേക്കണം അറിയോ അച്ഛൻ്റെ. അച്ഛനൊരു അവാർഡ് കൊടുക്കണം. എന്നിട്ട് അവസാനം ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ആദ്യം വന്ന് വിളിക്കും, ചിന്നോ ഒരനക്കമില്ല. അത് കഴിഞ്ഞ് ഫാൻ ഓഫ് ചെയ്യും, പിന്നെ പുതപ്പെടുത്ത് മാറ്റും, പിന്നെ കപ്പൽ വെള്ളം കൊണ്ട്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരുന്നു. അവസാനം അങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ് കേട്ടോ. ഐ മീൻ ഞാൻ നല്ല മടിച്ചായിരുന്നു ഉറക്കത്തിന്റെ കാര്യത്തിൽ. ഇതില് അമ്മയുടെ പറ്റില്ല. അപ്പം അമ്മ വിളിച്ചാ എനിക്ക് അങ്ങനെ വലിയ അത് അമ്മ കുറച്ചുകൂടെ സോഫ്റ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അമ്മ അച്ഛനെ ഏൽപ്പിക്കും. എന്നെ പിന്നെ ജോത്സ്യനെ വിളിച്ചെഴുന്നേൽപ്പിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അമ്മയാണെങ്കിൽ അവള് എന്താ അമ്മ കുറച്ചേരം കൂടി അതുപോലെ അച്ഛൻ്റെ അടുത്ത് നടക്കില്ല. അച്ഛൻ അത്യാവശ്യം സ്ട്രിക്റ്റ്. അച്ഛൻ്റെ അടുത്ത് ഈ വേല നടക്കില്ല. എന്തായാലും അന്ന് ഒരുപാട് ഉറക്കത്തിൽ നിന്ന് ജോത്സ്യനെ എഴുന്നേൽപ്പിച്ചുകൊണ്ടാണ് ജോത്സ്യനെ പിന്നീട് ഇതുപോലെ ഉണർന്നിരുന്ന് പാടാനും ഉണർന്നിരുന്ന്. ഇപ്പോൾ ഈ ഒരു റോൾ അപ്പം ഇദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, ഇപ്പം ഇപ്പോഴെങ്ങനെയാണ് ഉറക്കം ചോദിക്കുന്നത്? അത് ഈ പറഞ്ഞ മാതിരി ലൈഫിൽ ഇതിപ്പോ നമ്മളെ എണീപ്പിക്കാൻ അച്ഛനും അമ്മ ഉണ്ട് എന്ന് അറിഞ്ഞു കിടന്നുറങ്ങുമ്പോ പിന്നെ നമ്മൾ അവരൊന്ന് വിളിക്കട്ടെ. അത്ര അതിന് മലയാളത്തിൽ നല്ലൊരു പഴഞ്ചൊല്ലുണ്ട്, താങ്ങാൻ ആളുണ്ടെങ്കിൽ തളരൂന്ന്. അല്ലാത്തവർക്ക് തളരാൻ പറ്റില്ല. താങ്ങുണ്ടെന്ന് വിചാരിക്കുമ്പോഴാണ് ആൾക്കാർ തളരുന്നത്. അച്ഛനുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഉറങ്ങുന്നത്. ഈ പറഞ്ഞ അലാറത്തിന് ഒന്നും ആവശ്യമില്ല. എങ്ങനെയെങ്കിലും ദൈവം അറിഞ്ഞു തരാന്ന് അറിയില്ലേ. എന്റെ ഭർത്താവ് എന്നെക്കാളും വേന്ദ്രനാണ് ഉറക്കത്തിന്റെ കാര്യത്തില്. ഉറക്കമാണ് പുള്ളിയുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വേന്ദ്രനെ നമുക്ക് കൊണ്ടുവരാൻ അങ്ങോട്ട് വരട്ടെ. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 4 കൊല്ലമാവുന്നു ഞങ്ങളുടെ. ഇന്നലെ കഴിഞ്ഞ പോലെ ഇപ്പോഴും തോന്നുന്നു. എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും തൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം. ഇത് നമ്മൾ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ അശോക ചക്രവർത്തിയുടെ കാലം, മറ്റേ ജഹാംഗീറിൻ്റെ കാലം എന്നൊക്കെ പറഞ്ഞ പോലെ ജോത്സ്യയുടെ ജീവിതത്തിൽ ഇദ്ദേഹം മറ്റേ കുംഭകർണന്റെ പരമ്പരയിൽപ്പെടുന്നതല്ലേ? നല്ല ഉറക്കക്കാരനാണ്. നല്ല ഉറക്കക്കാരൻ. കുംഭകർണനൊക്കെ വെട്ടിക്കും. കുംഭകർണനൊക്കെ പാവം. പറ്റിയ ഭർത്താവിനെയാണ് കിട്ടിയിരിക്കുന്നത്. അമ്മാവൻ്റെ മകനാണല്ലേ? അമ്മാവൻ്റെ മകൻ. ഓക്കെ. അപ്പോൾ ഇപ്പം മൂപ്പർ ചോദിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ മൂപ്പരെ കണ്ടിരുന്നു. ഞാൻ കുറച്ച് നല്ല തടി ഉണ്ടായിരുന്നു. ഇപ്പം മെലിഞ്ഞു പോയില്ല വല്ലാതെ. ഇല്ല, കല്യാണം കഴിഞ്ഞ് നല്ലോണം തടിച്ചു. എൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലോണം തടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഭയങ്കര ജിമ്മിങ്ങാ. എന്ത് ജിമ്മിങ് ആണെങ്കിലും ഇതുപോലെ മെലിഞ്ഞു പോലാവാൻ സാധ്യതയില്ല. ഞാൻ ഒരുപാട് ജിമ്മിങ്ങിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നോക്ക്, ഇതിന് നോക്ക്, ഞാൻ പറഞ്ഞതാണെന്ന് നോക്ക്. ഒരു കുഴപ്പമില്ലാതെ നല്ല തടിച്ചിരുന്നൊരു ചെറുപ്പക്കാരൻ ജോത്സ്യനയുടെ കൈ കിട്ടിയ ശേഷം അതാ മെലിഞ്ഞ് എല്ലും തോലുമായിരുന്നു. സത്യമായിട്ടും കല്യാണം കഴിഞ്ഞ ഉടനെ പുള്ളിക്കാരൻ നല്ലോണം ഒന്ന് നന്നായതാ. അപ്പൊ എന്റെ അമ്മ പറഞ്ഞതാണ്, കല്യാണം കഴിഞ്ഞിട്ട് എന്റെ മോന് നന്നായില്ലോ, മോളുടെ കയ്യിൽ കിട്ടിപ്പോന്നൊക്കെ പറഞ്ഞതാ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെയാണ് ഒരു കാര്യം. അത് പ്രൂവ് ചെയ്യണ ആ ഇടക്കാലത്തെ ഫോട്ടോ കൊണ്ട് കൊണ്ടുവരണം. ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പോഴത്തെ പടം, പിന്നെ കല്യാണ സമയത്തെ പടം. ഇത് രണ്ടും തമ്മിൽ വലിയ അന്തരം കാണുന്നു. ഇപ്പൊ ക്ഷീണിച്ചു. ശരിയാണ്. ജിമ്മ് ഭയങ്കര ജിമ്മാ. എന്ത് ജിമ്മ? മിണ്ടാണ്ട് ഏത് ജിമ്മിന്റെ കാര്യം പറയണേ? ഇങ്ങനെ
ആൾക്കാരെ എല്ലാം എടുക്കുന്ന ജിമ്മുണ്ടാ? കാര്യമായിട്ട്. ശരി, ഇതിനുള്ള കാരണം മിക്കവാറും ഇതായിരിക്കും. നോക്കട്ടെ, വരട്ടെ അമ്മ. ഹായ് ചിന്നു, സുഖം തന്നെയാണല്ലോ അല്ലേ? ഈ ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടും നമ്മൾ തമ്മിൽ കാണലൊക്കെ വളരെ റെയർ തന്നെയാണല്ലേ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ ആലോചിക്കാറുണ്ട്, നിനക്ക് കല്യാണത്തിന് മുമ്പ് നീ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എത്ര ചേഞ്ചസ് വന്നു എന്നൊക്കെ. മാഗി നൂഡിൽസ് മാത്രം ഉണ്ടാക്കാൻ അറിയാവുന്ന ആളിപ്പോൾ ഇൻ്റർനാഷണൽ കുക്കായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കണേ. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഐറ്റംസ് അല്ലാണ്ട് തായ്, ചൈനീസ്, മെക്സിക്കനൊക്കെ ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു റെസിപ്പി തന്നു തുടങ്ങി. ഈ ചേഞ്ചിന് പുറകിലുള്ള രഹസ്യം എന്താണെന്ന് പറയാമോ? ഈ ചേഞ്ചിന് പിന്നിലുള്ള രഹസ്യമാണ് കുറച്ചു മുമ്പ് ഇവിടെ ഒന്ന് സംസാരിച്ചത്. അതെ, ഭർത്താവ് അടുക്കള കയറില്ല, അപ്പോൾ ഞാൻ തന്നെ കയറണ്ടേ? അതെ, അപ്പോൾ അദ്ദേഹം ഒരു കോലം കെട്ടു എന്നുള്ളതാണ് ഈ പാചകത്തിന്റെ രഹസ്യം. ഇല്ല, ശരിക്കും ഞാനിപ്പോ അച്ഛൻ ചോദിച്ചതും എൻ്റെ ഭർത്താവ് ചോദിച്ചതും അമ്മ ചോദിച്ചതും ഒക്കെ കൂടി കമ്പൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ അതിന് മുമ്പ് ഒന്നും കൂടെ കേൾക്കാം. ഞാൻ ബാംഗ്ലൂരിൽ ജ്യോത്സ്ന ഇവിടെ ഉള്ളപ്പം ഞാൻ ജ്യോത്സ്നയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ജ്യോത്സ്ന ഉണ്ടാക്കിയ നല്ല രുചികരമായ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ജ്യോത്സ്ന ഈസ് ആൻ അമേസിംഗ് കുക്ക്. എനിക്ക് ചോദിക്കാനുള്ളത്, ജ്യോത്സ്നയുടെ ഫേവറേറ്റ് ക്വിസീൻ എന്താണ് ആൻഡ് ഫേവറേറ്റ് ഡിഷ് എന്താണ്? വാട്ട് ഡു യു ലവ് ടു കുക്ക് മോസ്റ്റ്? അയ്യോടാ ചിത്ര, ഓക്കെ. ഇപ്പോൾ നമ്മൾ ഒന്നൊന്നായിട്ട് പറയാം, മറന്നു പോകണ്ട. ഒന്ന്, ഭർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് ചോദ്യം ചോദിച്ചത്. എനിക്കൊന്ന് മൂപ്പര് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ഫിലോസഫിക്കലായി പുള്ളി. എന്ന് പറഞ്ഞാൽ ഏതൊരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തം സംഭവിച്ചു എന്നുള്ളത് തെളിഞ്ഞു വരിക. അദ്ദേഹം ചോദിച്ചാണ് കല്യാണത്തിന് മുമ്പും ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന വ്യത്യാസം എന്താണ്? സത്യം പറയുകയാണെങ്കിൽ സീരിയസ് നോട്ട്, I have become an extremely independent woman. അതാണ് ഉണ്ടായിരുന്നത് ആഫ്റ്റർ മാരേജ്. സാധാരണ എല്ലാവരും പറയും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, നമ്മുടെ ജീവിതം അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് നേരെ തിരിച്ചുണ്ടായിരുന്നു. അച്ഛനെന്നുള്ള ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഇല്ല. അപ്പൊ എന്താ വെച്ചാൽ ഒന്നാമത് കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് മാറി. അപ്പൊ അവിടെ 3 വർഷം അവിടെയായിരുന്നു. അപ്പൊ അവിടെ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോ എന്റെ ഭർത്താവാണെങ്കിൽ കൊന്നാലും അടുക്കള കയറില്ല. അപ്പൊ പിന്നെ അതെ, ഒരു രക്ഷയില്ല, ആ ഭാഗത്തേക്കേ വരില്ല. അപ്പൊ പിന്നെ വേറെ നിവൃത്തിയില്ല, മാമുണ്ടേ. അപ്പൊ പിന്നെ ഞാൻ തന്നെ കയറി നൂഡിൽസ് രക്ഷപ്പെട്ടു പുള്ളി. അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചായ ഉണ്ടാക്കണ എന്റെ ഭർത്താവിന് വേണ്ടിട്ടാ. കല്യാണം ചായ സത്യം പറയട്ടെ, എല്ലാവർക്കും മനസ്സിലായി. അല്ല, സി യു ക്യാൻ ഇമാജിൻ ഹൗ ബാഡ് ഐ വാസ്. പക്ഷെ ഇപ്പോ ഐ എം ഏബിൾ ടു ഹാൻഡിൽ എവറിത്തിങ്. ഇപ്പോൾ പറഞ്ഞ മാതിരി ഇപ്പോൾ ഷൂട്ടിന് തന്നെ തന്നെയാണ് വന്നത്. ഐ ഡു എവറിത്തിങ് ഓൺ മൈ ഓൺ. എൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യണത്. അപ്പോൾ ഞാൻ കുറേയും കൂടി ഏബിളായി എന്ന് എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞു. ഒരു എന്താ പറയണ്ടേ, സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞ പോലെ ഒരു സ്വയം പര്യാപ്തത നേടി. ഡെഫിനറ്റ്ലി. പിന്നെ എൻ്റെ ഹസ്ബൻഡും അതുപോലെയാണ്. പുള്ളിക്കും അങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഹി ബിലീവ്സ് ഇറ്റ് എൻ്റെ കരിയർ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഐ ഷുഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. എനിക്ക് എപ്പോഴും ഐ കനോട്ട് ഡിപ്പെൻഡ് ഓൺ മൈ ഡാഡ് ഓൾവേസ്. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞതാണ്, ഡു യുവർ തിങ്സ് ഓൺ യുവർ ഓൺ, മേക്ക് യുവർ ഓൺ ഡിസിഷൻസ്, ബി ഇൻഡിപെൻഡൻറ്റ്. അപ്പം അങ്ങനെ. ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്? പാട്ടോ? ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുഖമാണി നിലാവ് ഇഷ്ടമാണ്. പിന്നെ പുള്ളിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് മുത്തുമഴ, ബിഗ് ബിയിലെ ഒരു പാട്ട്. പുള്ളി ഇത്രയും കഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് കഷ്ടമുണ്ട്. ഈ സ്റ്റേജ് ഷോസിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ അളക്കാനുള്ളൊരു ഏറ്റവും വലിയ മാർഗ്ഗമാണ് ഈ സ്റ്റേജ് ഷോ. എന്താ കാരണം വെച്ചാൽ ഈ ശ്രോതാക്കൾ, പ്രേക്ഷകർ, കാണികൾ, ഇവരുടെ റിയാക്ഷനാണ് നിങ്ങളുടെ ഒരു വലിയൊരു ഫീഡ്ബാക്ക് അല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ മൊത്തം ഒരു എന്താ പറയണ്ടേ, ആകെ മൊത്തം മൂല്യം, വില തിട്ടപ്പെടുത്തേണ്ട ഒരു മേഖലയാണ്. പക്ഷെ അതിൻ്റെതായ റിസ്ക്കും ഉണ്ട്. സ്റ്റേജിൽ കയറിയിട്ട് ആ ഒരു ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന
വലിയൊരു പ്രശ്നം. അത് നമ്മുടെ കുറ്റം കൊണ്ട് ആയിക്കൊള്ളണമെന്നില്ല. ഈവൻ ഇഫ് ലൈക്ക് സൗണ്ട് സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ഓർക്കസ്ട്രയുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ എല്ലാവരും ജ്യോത്സ്നയുടെ പരിപാടി അത്ര നന്നായില്ല അങ്ങനെ അവർ പറയുള്ളൂ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. സ്റ്റേജ് ഷോ നന്നാക്കുക എന്നുള്ളത് ഇറ്റ്സ് ലൈക്ക് നമുക്കൊരു വലിയൊരു കടമയാണ് ശരിക്കും ഓഡിയൻസിന് മുമ്പ്. ഈ സമയത്ത് ഏത് ടൈപ്പ് ഓഫ് സോങ്ങും ജ്യോത്സ്ന സ്റ്റേജിൽ പാടുന്നത് വളരെയധികം ഫലപ്രദമാകാറുണ്ട് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വിനയമുള്ള, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഗായികയാണ് ജ്യോത്സ്ന. എനിക്ക് തോന്നുന്നു ജ്യോത്സ്നയുടെ ഒരു സംഗീതം എന്ന് പറയുന്നത് ഇനിയും എത്രയോ വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സംഗീത സബരിയായിരിക്കും ജ്യോത്സ്നയുടെ. എല്ലാ വിജയങ്ങളും എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വേണുചേട്ടൻ എന്തൊരു സ്വീറ്റ് അറിയോ, വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻസ്. ഒരുപാട് ഷോസിൽ നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ടോ? ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആക്ച്വലി റിലേഷനൊക്കെ ഉണ്ട്. ഞാൻ വേണുചേട്ടൻ സുജാ ചേച്ചിയൊക്കെ ഒരു അതെ ഒരു കുടുംബത്തിൽ വരുന്നതാണ്. ഒരു കുടുംബത്തിൽ വരുന്ന ഹസ്ബൻഡും കുടുംബത്തിലല്ലേ? അതെ, അമ്മാവന്റെ മോനല്ലേ? അല്ലേ? അതെ. ജ്യോത്സ്ന വളരെ കൊച്ചുകുഞ്ഞായിട്ട് വളർന്നു വരുന്നത് കണ്ട ഒരാളാണ് ജ്യോത്സ്നയുടെ ഹസ്ബൻഡ്. ജ്യോത്സ്നയുടെ അഭിവൃദ്ധിയുടെ എല്ലാ ഘട്ടങ്ങളിലും എന്താ പറയുക, ജ്യോത്സ്നെ ഇങ്ങനെ അടുത്ത് നോക്കിക്കണ്ട ഒരാളാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് വശമുണ്ട്, അതിൻ്റെ ഒരു നെഗറ്റീവ് വശമുണ്ട്. നെഗറ്റീവ് ഉണ്ടോ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ത്രില്ലില്ല. അറിയാവുന്ന കംപ്ലീറ്റ് അറിയാം. പക്ഷെ ഏറ്റവും വലിയ പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ നല്ല എന്താ പറയുക പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് യാതൊരു റിസ്ക്കും ഇല്ല. കുറച്ച് അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കാൻ ആഗ്രഹമുള്ള ആളാണ് ജ്യോത്സ്ന. ഇല്ലല്ലേ? ഇല്ല. എനിക്ക് മാക്സിമം ഇപ്പൊ എനിക്കൊരു ദിവസം ഫ്രീ കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്താ ചെയ്യാ? കിടന്നുറങ്ങും. എനിക്ക് ഇങ്ങനെ സോഫയിലിരുന്ന് TV കാണുക, പാട്ട് കേൾക്കുക. ഐ ജസ്റ്റ് വാണ്ട് ടു സ്പെൻഡ് ടൈം അറ്റ് ഹോം. എനിക്ക് അങ്ങനെ പുറത്തു പോയി അടിച്ചു പൊളിക്കാനൊന്നും അങ്ങനെയൊന്നുമില്ല. വീടാണ് കംഫർട്ട് അല്ലേ? ഡെഫിനറ്റ്ലി. വീടിന്റെ ഒരു എന്താ പറയണ്ട ഒരു സുഖം. അതെ. വലിയൊരു എക്സ്ട്രോവേർട്ട് അല്ല ജ്യോത്സ്ന ആക്ച്വലി. ഒട്ടുമല്ല. പിന്നെ സുഹൃത്തുക്കൾ ഒരു 5 പേര് 4 പേര് 5 പേര് 6 പേര് അതാണ്. അത്രേ ഉള്ളൂ. റിസർവ്ഡ് ആണ്. അതുകൊണ്ട് എനിക്ക് എന്താ പ്രശ്നം അറിയോ, എനിക്കിങ്ങനെ വലിയ ക്രൗഡിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ താഴെ നോക്കിയിട്ട് നടക്കുക. ഞാൻ താഴെ നോക്കാതിരിക്കാൻ പറ്റില്ല, പൊക്കം കൂടുതലായി കൊണ്ട് നോക്കണല്ലോ താഴേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണും. എനിക്ക് ആക്ച്വലി വലിയ ക്രൗഡുകൾ കാണുമ്പോൾ അതൊരു ഐറണിയാണ് കേട്ടോ. ഞാനിങ്ങനെ ഇപ്പൊ ഒരു കടയിലൊക്കെ പോയ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ കടയിൽ. അപ്പൊ എനിക്കിങ്ങനെ ഒരു ഭയങ്കര എനിക്കൊരു വെപ്രാളമൊക്കെ. ഐ ഡോണ്ട് നോ വൈ ഐ ഹാവന്റ് ബീൻ ഏബിൾ ടു ഗെറ്റ് ഓവർ ദാറ്റ്. പക്ഷേ അതേ സമയത്ത് സ്റ്റേജിൽ കയറി 30,000 ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പാടാൻ എനിക്കൊരു കുഴപ്പമില്ല. അതെന്താന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ അത് ജാടയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനിങ്ങനെ റിസർവ്ഡ് ആയതുകൊണ്ട് പീപ്പിൾ തിങ്ക് ദാറ്റ് ഐ എം നോട്ട് അപ്രോച്ചബിൾ. ഒന്നാമത് ഹൈറ്റും വെയിറ്റും ഒക്കെ കാണുമ്പോൾ എല്ലാവരും ഇരിക്കും നമുക്ക് അങ്ങനെ ചെന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല, ജാടയായിരിക്കും. അത് ജ്യോത്സ്നയുടെ ഒരു DNA ഭാഗമാണ്. എന്താ കാരണം അതൊന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അത് ജാടയല്ല, ഞാൻ കുറച്ച് ജാടയില്ല കേട്ടോ, വെറുതെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം. പാവം കുട്ടിയാണ്. ജ്യോത്സ്നയുടെ ഒരു തലമുറയുടെ പ്രത്യേകം വെച്ചാൽ ജ്യോത്സ്നയുടെ പ്രായത്തിൽ ആ കാലത്ത് ഒരുപാട് ഗായികർ വന്നു, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും എന്താ പറയുക, ഈ ഫ്ലോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്, ഫ്ലഡ് ഗേറ്റാണ്. ഇപ്പോൾ ഗായകന്മാർക്കൊരു ക്ഷാമമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറയാറുണ്ട് സംഗീത സംവിധായകന്മാരുടെ കയ്യിലെ കരുക്കളായിട്ട് ഗായികരും ചുരുങ്ങിപ്പോകുന്നുണ്ടോ എന്നൊരു സംഭവം. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ മാതിരി കുറേ പാട്ടുകാർ ഇപ്പം ഞാൻ വന്ന സമയത്തിനേക്കാളും ഞാൻ വന്നപ്പോൾ എനിക്ക് പിന്നെയും എസ്റ്റാബ്ലിഷ് ആവാൻ പറ്റി. പക്ഷെ ഇപ്പോൾ ദ സീൻ ഇസ് ലൈക്ക് ഇറ്റ്സ് സോ ഓവർ ക്രൗഡഡ് വിത്ത് സിംഗേഴ്സ്. ആരൊക്കെ എന്തൊക്കെ പാടണു എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. ഹൂ ഇസ് സിംഗിങ് വിത്ത് സോങ് എന്നുള്ളതൊന്നും നമുക്കൊന്നും അറിയില്ല ഇപ്പോൾ. അപ്പോൾ ഐ തിങ്ക് പലർക്കും ഒരു സർവൈവലിനുള്ളൊരു ടാക്റ്റിക്കാണെന്ന് തോന്നുന്നു ടു ബി എന്താ പറയുക ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ചുറ്റും ഇങ്ങനെ. അതെ, അതായത് അവർക്ക് അവരുടെ കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനുള്ളൊരു വഴി. നന്നായി പറഞ്ഞത്, ഒരു വിവാദം ഉണ്ടാവില്ല, പേടിക്കണ്ട. ഒരാളെയും കൊണ്ടുവരാന്നാല് നമ്മുടെ മലയാള സംഗീത ശാഖ എടുത്താൽ അതിൽ ജ്യോത്സ്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകൻ എന്നെ പറയണ്ട, കാര്യം ഞാൻ ഉൾപ്പെട്ടാൽ ജ്യോത്സ്നെ എന്നെ പറയത്തുള്ളൂ, കള്ളിയാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരൊറ്റ ആളുടെ പേര് പറയുക, ധൈര്യത്തോടെ പറയുക. ബാക്കിയുള്ളവർ ഈ ആളുകളെ സോപ്പിങ് പാടില്ല കേട്ടോ, സോപ്പിടാനൊന്നും നിൽക്കരുത്, മറ്റേത് കൊള്ളാം ഇത് കൊള്ളാമെന്നൊന്നും പറയരുത്. ഓരോരുത്തർക്കും ഓരോ പ്ലസ് ഉണ്ട്, അങ്ങനെയുള്ള ഒഴിവുകഴിവുകളുള്ള മറുപടി ഒന്നും പറയരുത്.
ഒറ്റ ആളുടെ പേര് പറയുക, അതിൻ്റെ കാരണം പറയാം. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയൊരു ചോദ്യമാണ് സംഗീത സംവിധായകൻ ശരത് ചോദിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു ഗായികയോ ഗായകനോ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ അഗ്നിപരീക്ഷയാണ്. ഉത്തരം പറയാൻ ബുദ്ധിമുട്ടല്ലേ? അറിയില്ല. ഇപ്പൊ ശരത് സാർ ചോദിച്ചെങ്കിൽ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, വേറെ നിവൃത്തിയില്ല. ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞാൽ അതിലും എനിക്ക് കേൾക്കും. ഡിപ്ലോമാറ്റിക് ആകരുന്ന് മുൻകൂട്ടി പറഞ്ഞു. അതായത് ഇങ്ങനെ കാര്യത്തിൽ അയാൾ, ഇങ്ങനെ കാര്യത്തിൽ അങ്ങനെ, അങ്ങനെ കാര്യത്തിൽ അങ്ങനെ ഒന്നും പറയണ്ട, ഒരാളുടെ പേര് പറഞ്ഞാൽ മതി. മലയാളത്തില് ജോത്സനെ വേണമെങ്കിൽ ഞാൻ ഒരു ഓപ്ഷൻ തരാം. വേണമെങ്കിൽ ആ ചോദ്യത്തിൽ നിന്ന് വേണമെങ്കിൽ എനിക്ക് ആക്ച്വലി എനിക്ക് പറയണേൽ ഞാനിങ്ങനെ പറഞ്ഞു വെച്ചിട്ട് എനിക്ക് ഒരു പ്രത്യേകിച്ച് ഒരാളുടെ പേര് പറഞ്ഞു വെച്ചിട്ട് എനിക്ക് ബാക്കിയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ടാലന്റഡ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഇല്ലില്ല, സത്യമായിട്ടും. കാരണം ഇല്ലില്ല, നമ്മളൊക്കെ ആസ് മ്യൂസിക് ലിസണേഴ്സ് നമുക്കൊക്കെ ഓരോ പേഴ്സൺ എന്താ വെച്ചാൽ ഒരു ഫേവറേറ്റ് ഇഷ്ടമുള്ള, എനിക്ക് ഈ സ്റ്റൈൽ ഇഷ്ടമാണല്ലോ നമ്മൾ പറയില്ലേ. അങ്ങനെ നോക്കുമ്പോ എനിക്ക് ഐ റിയലി ലൈക്ക് അൽഫോൻസ് ചേട്ടൻ. എനിക്ക് അൽഫോൻസ് ചേട്ടൻ്റെ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. ഐ തിങ്ക് ഹീസ് എക്സ്ട്രീംലി വേഴ്സറ്റൈൽ. എനിക്ക് തോന്നുന്നു അൽഫോൻസ് ചേട്ടൻ്റെ ഒരു വേഴ്സറ്റാലിറ്റി മുഴുവനായിട്ട് അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കരിയറിൻ്റെ ഒരു പ്രത്യേകത, എപ്പോഴും വളരെ പോപ്പുലറായിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ ജോത്സൻ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അതെ, അതിലൊരു പ്രധാനപ്പെട്ട പാട്ട് പെരുമഴക്കാലത്തെ പാട്ട്. അതെ, മെഹർബാ. മെഹർബാ മെഹർബാ ഹേ പുതുക്ക പെണ്ണേ മെഹർബാ, മെഹർബാ മെഹർബാ പുതുക്ക പെണ്ണേ മെഹർബാ, പത്തുകൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബാ, നിന്റെ പകിട്ടില് കണ്ണ് വെക്കണ പുതുമണവാളൻ മെഹർബാ മെഹർബാ, കള്ളിപ്പെണ്ണേ മെഹർബാ, കഞ്ചകപ്പൂഞ്ചെണ്ടിനൊത്തൊരു മുത്തേ മെഹർബാ, നാളെ ഇരസപ്പൂങ്കാവനത്തിലെ മധുവിധുവല്ലേ ഹേ റസിയാ, ഹേ റസിയാ, ഹേ റസിയാ. ഗായകരുടെയും ഗായികമാരുടെയും പ്രസക്തി ഗണ്യമായിട്ട് കുറഞ്ഞു വരുന്നു. രണ്ട് കാര്യം, ഒന്ന് ടെക്നോളജി അങ്ങോട്ട് ഓവർ പവർ ചെയ്യുക. ഒരുപക്ഷെ പണ്ടൊക്കെ 11ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിനി പോയിട്ട് പാടിയിട്ടുള്ള ആ തീഷ്ണത ഇന്നൊരു പാട്ട് പാടാൻ വേണ്ടി വേണ്ട. രണ്ട്, സംഗീത സംവിധായകൻ്റെ ഒരുപാട് ഘടകങ്ങളിൽ ഒരു ഘടകം മാത്രമാണ് ഇന്ന് ശബ്ദം. ടെക്നോളജി കാരണം ആർക്ക് വേണമെങ്കിലും പാട്ടുകാരനാവാന്ന് പറയുന്നതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല കേട്ടോ. എനിക്കതിനോട് ഇൻഫാക്റ്റ് എനിക്കത് കേൾക്കുമ്പോൾ ഐ ഗെറ്റ് സോ ഇറിറ്റേറ്റഡ്. അല്ല, ഇപ്പം എന്താ എല്ലാവർക്കും പാടാലോ അങ്ങനെയൊക്കെ പറയും ചിലവർ. അപ്പോൾ ഇറ്റ്സ് വെരി ഡിമീനിങ് ഫോർ എ സിംഗർ ടു ഹിയർ സംതിങ് ലൈക്ക് ദാറ്റ്. യുനോ, എനിക്ക് തോന്നുന്നു ട്രൂ ടാലന്റ് ഉണ്ടെങ്കിൽ 1-2 പാട്ടോ ചിലപ്പോൾ പാടി ഹിറ്റ് ആവുമായിരിക്കാം. സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ടാലന്റ് വേണം. അതല്ലെങ്കിൽ ഒരു പാട്ടിൽ ഒരു കുമള പൊട്ടുന്ന പോലെ അങ്ങ് പോയി പോകും. അതെ, അതുമാതിരി തന്നെയല്ലേ ഇപ്പം നമ്മൾ പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് ഇല്ല. അപ്പം മ്യൂസിഷ്യൻസ് എല്ലാവരും വയലിൻസ്, ഇപ്പോൾ ഒരു 10 വയലിനാണ് 10 വയലിൻ ഇരുന്ന് വായിക്കും, ഫ്ലൂട്ട് വായിക്കും, എല്ലാവരും ഒരുമിച്ചിരുന്ന്. ഇപ്പം എന്താ വെച്ചാൽ കീബോർഡിൽ ടോൺസ് ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിലേക്ക് അതും ഒരു ടെക്നോളജി ആണല്ലോ, പലരും അതിപ്പോൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വീട്ടിലൊരു സൈക്കിളും ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടിയല്ല പ്രിഫർ ചെയ്യുക വേഗം എത്താൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും സ്റ്റേജ് ഷോയിൽ പോയിട്ട് മൈം ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, നെവർ ഇൻ മൈ ലൈഫ്. എന്നെ കൊന്നാലും ഞാൻ അത് ചെയ്യില്ല. ഐ ഹേറ്റ് ഇറ്റ്. ഞാൻ ഐ എം കംപ്ലീറ്റ്ലി അഗെൻസ്റ്റ് ഇറ്റ്. എനിക്ക് പാലക്കാട് ഇതുമാതിരി സ്വരലയുടെ ഒരു പ്രോഗ്രാം വന്നിട്ട് എനിക്ക് ശബ്ദമില്ല എന്ന് വെച്ചാൽ ഐ എം ലൈക്ക് ഡം ലിറ്ററലി. എനിക്ക് ഒന്നും കാറ്റ് മാത്രമേ ഉള്ളൂ. ഓർഗനൈസേഴ്സൊക്കെ ടെൻഷൻ, എനിക്ക് അതിൻ്റെ അപ്പുറത്തെ ടെൻഷൻ. അത് കഴിഞ്ഞ് ഞാൻ പോയി ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ച് സ്റ്റേജിൽ നിന്ന് ശബ്ദമില്ല, ഞാൻ ഇന്ന് പാടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പാലക്കാട് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഐ എം കംപ്ലീറ്റ്ലി അഗെൻസ്റ്റ് മൈ. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ഉണ്ട്. ഇറ്റ്സ് വെരി സാഡ്. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. നമ്മളെ ഇത്ര ഇഷ്ടപ്പെട്ട് നമ്മുടെ പാട്ടുകൾ ലൈവായിട്ട് കേൾക്കാൻ ആഗ്രഹിച്ച് വരുന്ന ഓഡിയൻസിന് ശരിക്കും പറ്റിക്കണ പോലെയല്ലേ അത്? ജോത്സനോട് ഈ ആത്മാർത്ഥത നമുക്ക് ഒരു കൈയടിച്ചു കൊടുക്കണ്ടേ? ശരി.
ഈ കൈയടിച്ചതിനാ അറിയോ, നാളെ വാക്ക് മാറ്റാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വം കൂടി തലേ വെച്ച് തരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രം, നമ്മൾ പെരുമഴക്കാലം കടന്നു, ക്ലാസ്മേറ്റ്സ്. വളരെ പ്രധാനപ്പെട്ട ചിത്രം. എന്നുവെച്ചാൽ ജോത്സ്യനയ്ക്ക് എന്തൊരു ഭാഗ്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അത് അമ്മൂമ്മ തന്നതാണോ അതെയോ അച്ഛമ്മ തന്നതാണോ അത് അച്ഛൻ തന്നതാണോ എന്നറിയില്ല. പക്ഷേ എപ്പോഴും ഒരു പക്ഷേ ജോത്സ്യനെ ഇങ്ങനെ ഓരോ ഹിറ്റുകളിങ്ങനെ വിടാതെ പിന്തുടർത്തുന്നുണ്ട്. അതും ആ സിനിമകളൊക്കെ വളരെ പോപ്പുലറായി. പാട്ട് മാത്രം പോപ്പുലറായി കൊണ്ട് കാര്യമില്ല, സിനിമ കൂടി പോപ്പുലറാകുമ്പോഴാണ് ആ പാട്ട് പോപ്പുലറാകുന്നത്. ഇതിൽ രണ്ടും കൂടി ഒരുമിച്ച് ഓവർക്ക് ചെയ്യുന്ന സാധനമാണ്. കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ നോവിലിന്നു തേനല്ലേ, വൈകി വന്ന രാവല്ലേ രാവിനെന്തു കുളിരല്ലേ, ഉള്ളിലുള്ള പ്രണയം തീയല്ലേ, കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ. ജോത്സ്യനെ ഏറെ ആഗ്രഹിക്കുന്ന ഒരു സംഗീത സംവിധായകൻ ശ്രീകുമാരാണ്. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. ഒരുപക്ഷെ ഇന്ത്യൻ സംഗീതത്തെ ലോക പ്രശസ്തമാക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവന്ന ഒരാൾ. അതുമായി ബന്ധപ്പെട്ടൊരു ബൈറ്റ് ഉണ്ട്, നമുക്ക് നോക്കാറില്ല. ശ്രീ AR റഹ്മാനോടൊപ്പം വേൾഡ് ടൂറിന് ജോൾസിനെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അങ്ങനെയൊന്നുണ്ടോ? ഒരു 1.5 ചോദ്യമാണ് കേട്ടോ. വിളിച്ചിരുന്നു, എന്നെ അപ്രോച്ച് ചെയ്തതായിരുന്നു. ഇത് എനിക്കാണോ ഞാൻ എൻ്റെ കറുപ്പിനാഴൊക്കെ ഹിറ്റായി നിൽക്കുന്ന സമയം, 17-18 years old. അപ്പോൾ എന്നെ വിളിച്ചത് ജോർജ് പീറ്ററാണ്. അപ്പോൾ ജോർജ് ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ റഹ്മാൻ സാറിൻ്റെ വേൾഡ് ടൂറിന് ജോത്സ്നയ്ക്ക് വരണേന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? അപ്പോൾ ഐ സെഡ് ഓഫ് കോഴ്സ് യെസ്. പക്ഷെ അന്ന് ഒരു പ്രശ്നം, അതൊരു I don't know, it was just not meant to happen maybe. അന്ന് എന്താ വെച്ചാൽ ഒന്നാമത് അച്ഛനും ഒറ്റയ്ക്ക് പോകണമായിരുന്നു, അവർ എക്സ്ട്രാ ടിക്കറ്റ് തരില്ല. ആൻഡ് അച്ഛൻ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അവർക്കത് പ്രോത്സാഹിപ്പിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവരൊന്നും എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വരുന്നത്, അപ്പോൾ ആർട്ടിസ്റ്റുകൾ മാത്രം പോകുന്നതാണ് ആ ഗ്രൂപ്പിൻ്റെ രീതി അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു പോകണോ അങ്ങനെ ഒറ്റയ്ക്ക്. അതും ദേ സൈഡ് ലൈക്ക് 1 മാസം കംപ്ലീറ്റ് ആയിട്ട് ഒറ്റയടിക്ക് ഒരു ടൂർ ചെയ്തിട്ട് വരാമെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരു പേടി, അങ്ങനെ ഒറ്റയ്ക്ക് വിടണോ, ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ. അപ്പോൾ വേണ്ടാന്ന് വെച്ചു, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും. തിരിഞ്ഞു നോക്കുമ്പോൾ ജോത്സ്യൻ എന്ത് തോന്നുന്നു? തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അച്ഛനോട് ഞാൻ അങ്ങനെ പറയണ്ടേ, എന്നാലും എന്ന് പറയാറുണ്ട്. അതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അച്ഛൻ ചെയ്ത് രണ്ടാമത്തെ പാതകം അവർക്ക് അതെ, they had their reasons. അപ്പോൾ പിന്നെ it's okay. പക്ഷേ ഇന്നായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ജോത്സ്യന ചാടിപ്പോയി. പിന്നല്ലാണ്ട് ഞാൻ നേരെ അടുത്ത ഫ്ലൈറ്റ് കയറി പോയനെ വേൾഡ് ടൂറിന്. സാരമില്ല ജോത്സ്യന, എല്ലാം നല്ലതിനല്ലേ എന്ന് വിചാരിക്കുക എന്തായാലും. പക്ഷെ എനിക്കത് മനസ്സിലൊരു വലിയ ഇച്ഛാഭംഗം പോലും. കാരണം വെച്ചാൽ നമ്മളൊരു മലയാളത്തിലെ വളരെ പ്രോമിസിംഗ് ആയിട്ടൊരു ഗായികയുടെ ഒരു എക്സ്പോഷർ ഇല്ലാതെ പോയതിൽ. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ പേർക്സ് എനിക്ക് എൻ്റെ കരിയറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലൈക്ക് യുഫോറിയ എന്ന് പറഞ്ഞിട്ട് നാഷണൽ ലെവലിലൊരു ബാൻഡ് ഉണ്ട്, പോപ്പ് ബാൻഡാണ് അവരെ കൊച്ചിലെ തൊട്ട് ഞാൻ ആരാധിക്കുന്ന ഒരു ബാൻഡാണ്. ഹ്യൂജ് കളക്ഷൻ ഐ ഹാഡ്. അവരുടെ എല്ലാ ആൽബവും ഞാൻ കളക്ട് ചെയ്യുമായിരുന്നു. അവരുടെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് എറണാകുളത്ത് JT പാക്കിൽ. അത് ശരിക്കും അപ്രതീക്ഷിതമായിട്ട് വന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതൊക്കെ ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഓൾ ദാറ്റ്. പിന്നെ എവറിത്തിങ് ലൈക്ക് ചിത്ര ചേച്ചി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ഈ ബാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്ന് വേറൊരു ലെവലിലേക്ക് ഒരു ഗായികയെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഈ ബാൻഡ് എന്ന് പറയുന്ന സംഭവം. നിങ്ങളുടെ എനർജിയൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. വേണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്കെന്ന് ചോദിക്കാറുണ്ട്. ഹായ് ചക്കി, ഒത്തിരി സന്തോഷം JB ജംഗ്ഷനിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്, അതും പ്രിയപ്പെട്ട ജോത്സ്യനോട് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റിയതിൽ. ഇപ്പം നമ്മൾ തമ്മിൽ ഒരു നല്ലൊരു ഹെൽത്തി റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി നാളായി. അതെനിക്ക് തോന്നുന്നത് മെയിൻ കാരണം നമ്മളുടെയൊക്കെ ഒരു ബാൻഡായ അക്യൂസ്റ്റിക്കയിലൂടെയാണ്.
അപ്പം നമ്മൾ ഒത്തിരി ഷോസൊക്കെ ചെയ്യുന്നുണ്ട് അക്യൂസ്റ്റിക്കയിലൂടെ. നമ്മൾ രണ്ടുപേരും ആ കൂട്ടത്തിൽ നിർമ്മൽ സേവ്യർ, നിർമ്മലേട്ടനും കൂടി ആണ് അത് ഫോം ചെയ്തെടുത്തത്. ഹമേ തുംസെ എന്നുള്ളൊരു പാട്ട് ഇപ്പം ഞാൻ ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടിയും ഒരു 4 വരി ഒന്ന് ഹം ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആൽഫി അല്ലേ? ആൽഫിൻ ഇസ് സോ ടാലൻറ്റഡ്, ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള മ്യൂസിഷ്യൻ ആട്ടോ. ഹി ഹാസ് എ ലോങ് വേ ടു ഗോ. ഭയങ്കര ടാലൻറ്റഡ് ആണ്. ആൻഡ് ഐ തിങ്ക് ഐ എം സോ ലക്കി ടു ഹാവ് ഹിം ആസ് എ വെരി ക്ലോസ് ഫ്രണ്ട്. ഇപ്പോൾ ആൽഫിൻ പറഞ്ഞത് ഹമേ തുംസെ എന്നുള്ള പാട്ട്, അത് ഞങ്ങൾ മോജോയിൽ എൻ്റെ ബാൻഡ് അക്കൗസ്റ്റിക്ക ബാൻഡ് ഞങ്ങൾ അൺപ്ലഗ്ഡ് ആയിട്ട് ചെയ്തപ്പോൾ സോന മോഹപാത്ര എന്ന് പറഞ്ഞിട്ടൊരു സിംഗർ ഉണ്ട് ഹിന്ദിയിൽ. പുള്ളിക്കാരിയുടെ ഫേസ്ബുക്ക് പേജിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, സേയിങ് ദാറ്റ് ഇറ്റ്സ് റിയലി നൈസ്. അപ്പോൾ അത് പാടാം അല്ലേ? हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना. हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना. हमें तुमसे प्यार. ഇനി ഒരാളെ ഞാൻ കൊണ്ടുവരട്ടെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ ലിറ്റിൽ സിസ്റ്ററാണ് ജ്യോത്സ്ന. ഷീസ് എ ഫെൻറ്റാസ്റ്റിക് ഹ്യൂമൻ ബീങ്. നല്ലൊരു വൈഫാണ്, നല്ലൊരു ഡോട്ടറാണ്, നല്ലൊരു ഫ്രണ്ടാണ്, നല്ലൊരു എൻ്റർടൈനറാണ്. ആൻഡ് ഓവറോൾ ഷീസ് എ ഗ്രേറ്റ് സിംഗർ. ഒരു റിക്വസ്റ്റും കൂടി എനിക്കുണ്ട്. ജ്യോത്സ്ന നല്ലൊരു കമ്പോസറും കൂടിയാണ്. കൃഷ്ണ ദി ഇറ്റേണൽ എന്ന് പറഞ്ഞിട്ട് ജ്യോത്സ്നയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ സ്പിരിച്വൽ പ്രോജക്റ്റാണ്. അതിൽ ജ്യോത്സ്ന എഴുതി കമ്പോസ് ചെയ്തൊരു നല്ലൊരു ഇംഗ്ലീഷ് സോങ് ഉണ്ട് കൃഷ്ണനെക്കുറിച്ച്. അത് ഈ ഒരു ഒക്കേഷനിൽ എനിക്ക് വേണ്ടിയും ഈ കാണുന്ന എല്ലാ ഓഡിയൻസിനും വേണ്ടിയിട്ട് ആ പാട്ട് പാടാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അയ്യോ ഗായു, ദ ലവ് ഓഫ് മൈ ലൈഫ്. ശരിക്കും അയ്യോ, എനിക്ക് ഐ ഹാവ് നോ വേർഡ്സ് ടു ഡിസ്ക്രൈബ് ഞങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്. ഗായു ഇവിടെ വന്നിരുന്നപ്പോൾ ജ്യോത്സ്ന അവിടെ നിന്ന് പല കമൻറ്റും പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ട്. നമുക്ക് ചില സമയത്ത് വട്ടാന്നൊക്കെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ട? അത് ഞാനാണോ പറഞ്ഞത്? ഇത് ആരാ പറഞ്ഞത്? ചിത്രല്ലേ പറഞ്ഞത്? ചിത്ര പറഞ്ഞത് പറ്റിയ ആളാ പറഞ്ഞത്. നോ കമന്റ്സ്. ആള് പറഞ്ഞിട്ട് നോ കമന്റ്സ് വെച്ചാണ്. അത് ചിത്രയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഈ ഷോയിൽ വെച്ചിട്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് റിലീസ് ചെയ്താണ് നമ്മൾ കണ്ട ചടങ്ങിൽ. അതെ, Here's a little prayer for the love and care, a thankful tear. I'm looking up to you, you and only you. Take away my fears. Here I am, falling at your feet, crying out with every heartbeat. Here I am, falling at your feet, crying out with every heartbeat. 'Cause words are failing me today. Wish there was a better way to say thank you, to say thank you. അവൻ നല്ലൊരു സംഗീത സംവിധായക കൂടിയാണ് ഇരിക്കുന്നത്. ഒരാവേശത്തിൽ ചെയ്തതാണ്. ശരത്ത് പറഞ്ഞപ്പോൾ ആ പേരെങ്കിൽ പറഞ്ഞാൽ പോരാ.
ഞാൻ തന്നെ ശരത് സാർ ചോദിക്കുമ്പോ തന്നെ പറയണം ഞാൻ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട. ഞാൻ പറയായിരുന്നല്ലോ ശരത്തെ ചെയ്തു വെച്ച പാതകൻ ചെറുതല്ല കേട്ടാ. അയ്യോ, ജോത്സനയ്ക്ക് ചെറിയ പ്രായമാണ്, ചെറുപ്പമാണ്, അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അതിൻ്റെ ഭൗതിക സൗകര്യമുണ്ട്, കുടുംബ സൗകര്യമുണ്ട്. ഒരുപക്ഷെ അതിലേക്കൊക്കെ പ്രവേശിക്കണം. ഇല്ല, എനിക്ക് ഫിലിം വൈസ് ചെയ്യാൻ ഇപ്പോൾ ഓഫ്കോഴ്സ് ഫിലിമിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ചെയ്യാനായിട്ട്. പക്ഷെ ഐ വാണ്ട് ടു മേക്ക് ഇൻഡിപെൻഡന്റ് മ്യൂസിക്. അതാണ് എൻ്റെ എക്സലന്റ്. സ്വന്തമായിട്ട് താല്പര്യമുള്ള മേഖലയിലേക്ക് പോകും. സ്വന്തമായിട്ട് ഐ വാണ്ട് ടു റൈറ്റ്, കമ്പോസ്, ഡു മൈ ഓൺ ആൽബംസ്, തന്നെ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്കൊരു പാഷനാണ്. അപ്പം ദാറ്റ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ഡു ഫൈനലി. നന്നായിട്ട് എഴുതുമോ? അത്യാവശ്യമൊക്കെ എഴുതും. യെസ്, അത്യാവശ്യം. ഇംഗ്ലീഷിൽ കേട്ടോ, മലയാളത്തിലൂടെ എഴുതാനൊരു മലയാളത്തിൽ എഴുതിയ തൃശ്ശൂർ ഭാഷയായി പോകും. കവിതയൊക്കെ തൃശ്ശൂർ ഭാഷയിൽ കേൾക്കണം, മാരകമായിരിക്കില്ലേ? എനിക്കിഷ്ടാന്നൊക്കെ പറയും. അത്യാവശ്യം കുറച്ചൊക്കെ എഴുതും, കുറച്ച് ട്യൂൺസ് കമ്പോസ് ചെയ്ത് ഇങ്ങനെ റെക്കോർഡ് ശ്രദ്ധിക്കപ്പെട്ട ആൽബങ്ങളുണ്ട്. ഒരു വെർസറ്റൈൽ മ്യൂസീഷ്യനായിട്ട് ജോത്സന സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. അയ്യോ, ഉറപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എത്രത്തോളം പറ്റിയെന്ന് അറിയില്ല. അതിലൊരു പാട്ട് വളരെ ഹിറ്റായിരുന്നു, ചെമ്പകമേ. എന്തായിരുന്നു അതിനകത്തൊരു പാട്ട്? അവൻ്റെ ആൽബത്തിലെ ഒരു പാട്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ട്. അത് എൻ്റെ ആയിരുന്നില്ല, അത് മ്യൂസിക് ചെയ്തത് ശ്യാം ധർമ്മനായിരുന്നു. ഞാൻ അത് പാടിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പാടിയതാണ്. അതെ, മേലെ മാനത്ത് എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും. മേലെ മാനത്ത് താരകൾ മിന്നുന്നു, ഓർമ്മകൾ ഉയരുന്നു, പ്രിയനെ നീ ഇന്നു വരും, നിഴലായി ഞാൻ കൂടെ വരാം. ഓർമ്മ കുറേ കാലമായി പാടിയിട്ട്. ശ്യാം ധർമ്മനാണ് എൻ്റെ മ്യൂസിക്. ശ്യാം ചേട്ടനാണ് എൻ്റെ സോളോ ആൽബത്തിന് പിന്നീട് മ്യൂസിക് ചെയ്തത്. മായക്കണ്ണാന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് മ്യൂസിക് ചെയ്തത് ശ്യാം. ഹായ് ജോത്സ്ന. ജോത്സ്നെ എനിക്കറിയാവുന്നത് ഒരു വർഷം ആയിട്ടേ ഉള്ളൂ. പക്ഷേ അതിനെക്കാട്ടി ഉപരി ജോത്സ്നെ എനിക്ക് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന പോലെയാണ്. എനിക്ക് ജോത്സ്നയോടൊരു മകളുടെ ഒരു സ്നേഹമാണോ എന്ന് തോന്നിപ്പോവും ഇടയ്ക്ക്. പിന്നെ ജോത്സ്നെ പറ്റി പറയാനാണെങ്കിൽ, ജോത്സ്ന ആസ് എ സ്റ്റുഡൻറ്റ് ജോത്സ്ന വളരെ നല്ല കുട്ടിയാണ്. ജോത്സ്നയുടെ സക്സസ് എനിക്ക് മനസ്സിലായിടത്തോളം ടാലൻറ്റ് ഉള്ള കുട്ടിയാണ്. പക്ഷേ ഷീസ് എ വെരി ഹാർഡ് വർക്കിംഗ് ഗേൾ. പിന്നെ എനിക്ക് ജോത്സ്നയോട് ചോദിക്കാനുള്ളത്, ഇത്രയും നാളുമായിട്ട് ജോത്സ്ന എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ജോത്സ്നയുടെ അഭിപ്രായം ഒരാൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്തി ആയിട്ട് ലിവ് ചെയ്യേണ്ടത് എന്നതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ജോത്സ്ന. എൻ്റെ മാം, എൻ്റെ യോഗ ഇൻസ്ട്രക്ടറാണിത്, താര ലാജു. ഷീസ് എൻ അമേസിംഗ് വുമൺ. റെഗുലർലി സിൻസ് ജാനുവരി. അല്ല, അതല്ല, എന്നാലും ഐ ലോസ്റ്റ് 13 kilos. ഞാൻ അത്ഭുതപ്പെട്ടു. അതാ 13 കിലോ പോയെന്റെ. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാതെ ഒരാളെ മെലിയിച്ചു, ഒരാൾക്ക് യോഗ ചെയ്ത്. ജസ്റ്റ് ബിക്കോസ് ഓഫ് യോഗ. ഈ ടീച്ചർ, ഷീസ് എ യോഗാചാര്യ ടൈറ്റിൽ കിട്ടിയിട്ടുള്ള ഗുരുവാണ്. അയ്യോ, ഷീ സോ ലവിങ്. ഈ പറഞ്ഞ മാതിരി എനിക്കൊരു സത്യം പറഞ്ഞാൽ ഞാൻ മാം എന്നൊക്കെയാണ് വിളിക്കണമെങ്കിലും എനിക്ക് മനസ്സിൽ എനിക്കൊരു അമ്മയുടെ സ്ഥാനമാണ് ശരിക്കും ടീച്ചർക്ക്. ഷീസ് ആൻ അമേസിംഗ്. മകളുടെ സ്ഥാനം തന്നിട്ടുണ്ട്. അതെ. വരട്ടെ. എപ്പോഴും ചിരിച്ചു കാണുന്ന ഒരു സ്വഭാവമാണ് ജോത്സ്നയ്ക്കുള്ളത്. വളരെ സന്തോഷത്തോടുകൂടി, സന്തോഷം കൂടുമ്പോൾ പലപ്പോഴും കരയാറാണ് പതിവ്. പ്രത്യേകിച്ച് ഞാൻ സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന് പാട്ടുപാടി അറിയാതെ കണ്ണ് നിറഞ്ഞ് ഒഴുകിയ ഒരു സംഭവം. അതുപോലെ ജോത്സ്നയുടെ വിവാഹത്തിന് മംഗളപത്രം കൊടുത്തപ്പോൾ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമസ്കരിച്ചതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ജോത്സ്നയുടെ ഒരു പ്രത്യേകതയാണ് അതെന്ന് തോന്നുന്നു. അത് വളരെ മനസ്സ് ശുദ്ധമായിട്ടുള്ള ആളുകൾക്കാണ് കണ്ണ് പെട്ടെന്ന് നിറയുക എന്ന് തോന്നുന്നു. ഒരു അനുജത്തിയോടെന്ന പോലെ വിളിക്കുമ്പോൾ തിരുമേനി എന്ന് വിളിക്കെങ്കിലും ഏട്ടനോട് നിന്നുള്ള സ്നേഹമാണ് കാണിക്കാറുള്ളത്. എന്നെന്നും ഉയർച്ച ഉണ്ടാവട്ടെ ജോത്സ്നയ്ക്ക് എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അയ്യോടാ. ശ്രീഹരി നമ്പൂതിരി. അദ്ദേഹം ഗുരുവായൂർ മേൽശാന്തി ആയിരുന്നു. എൻ്റെ വളരെ അടുത്ത, ഈ പറഞ്ഞ പോലെ ഒരു സഹോദരനെ പോലെയാണ് എനിക്ക്. തിരുമേനി എന്നാണ് വിളിക്കാറ്. തിരുമേനിയുടെ മുമ്പിൽ കണ്ണൊക്കെ നനയിച്ചിട്ടുണ്ട്.
ഞങ്ങൾ തമ്മിൽ എനിക്കോട് തൊട്ടാവാടിയാണോ ജോത്സന? എനിക്ക് അത്യാവശ്യം ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് വരും. ഈ മംഗളപത്രമാണ് വായിച്ചല്ലേ? യെസ്. അതെന്താ അറിയോ, അത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിലെല്ലാവരുടെയും, രാധാകൃഷ്ണൻ, ഗിരിജ, ശ്രീകാന്ത്, ജ്യോത്സ്ന, ഗീത, ശ്രുതി, സുരേന്ദ്രൻ, അതായത് എൻ്റെ ഇൻലോസിന്റെ പേര് വരെ ഉൾക്കൊള്ളിച്ചിട്ട് പുള്ളി എഴുതിയിരിക്കുക. അതായത് ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് സോ ബ്യൂട്ടിഫുള്ളി റിട്ടൺ. ഏറ്റവും ജോത്സനയ്ക്ക് ഇഷ്ടപ്പെട്ട വരി എന്തായിരുന്നു? ഏറ്റവും മനോഹരമായിട്ട് ജോത്സനെ വല്ലാതെ പൊക്കിയിട്ടുണ്ടാവില്ലേ? ഞാൻ ഇല്ല, പൊക്കിയിട്ടില്ല, എൻ്റെ പേരായാലും വരണമെന്നേ ഉള്ളൂ. ബൈഹാർട്ട് പറയാൻ പറഞ്ഞ കുറച്ച് കട്ടി മലയാളമാണ്, ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. എന്തായാലും ജോത്സന ഒരുപാട് ആൾക്കാരുടെ സദ്ഭാവന, ബെസ്റ്റ് വിഷസ് എല്ലാം ജോത്സനയ്ക്കുണ്ട്. ജോത്സനയുടെ മ്യൂസിക്കൽ കരിയർ ഒരു പക്ഷേ ഇനിയാണ് കുറച്ചും കൂടി ഉയരാൻ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്താ കാരണം വെച്ചാൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഗീത ഉപാസകയാണ്. മാത്രമല്ല ഒരുപാട് പാട്ടുകൾ ജോത്സനയ്ക്ക് കിട്ടി. പക്ഷെ അതിനേക്കാളേറെ പാട്ടുകൾ ജോത്സനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സംഗീതത്തിൻ്റെ സർവ്വതലങ്ങളും സ്പർശിക്കാനും ജോത്സനയ്ക്ക് കഴിയട്ടെ. അതിനുള്ള ഊർജവും അതിനുള്ള അവസരങ്ങളും അതിനുള്ള സൗഭാഗ്യവും ജോത്സനെ തേടി വരട്ടെ. ശ്രീകാന്തിനെ കുറച്ച് തടി വെപ്പിക്കുക അതിനിടയ്ക്ക്. അത് നടക്കുന്നു തോന്നണില്ല. ജിമ്മ് തല പിടിച്ചിരിക്കും. എന്തായാലും ബാക്കി എല്ലാവർക്കും വേണ്ടി നമ്മൾ പാടി ജോത്സന, നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടെ പാടിക്കൊണ്ട്, ജോത്സന ഇഷ്ടപ്പെട്ട പാട്ട് പാടിക്കൊണ്ട് നമ്മൾ JB ജംഗ്ഷനിൽ നിന്ന് തൽക്കാലം നമുക്ക് വിട പറയാം. അടുത്ത പ്രാവശ്യം കാണുന്നവരെ. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഹിയർ. സോ നൈസ്. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റില്ല. താങ്ക് യു വെരി മച്ച്. കുറെ കാര്യങ്ങളൊക്കെ സത്യമായിട്ട് പറഞ്ഞു, കുറെ കാര്യങ്ങളൊക്കെ നുണയായിട്ട് പറഞ്ഞു. ഞാനിവിടെ പറഞ്ഞിരിക്കണം ഒക്കെ സത്യമാണ്. കുറച്ച് സത്യങ്ങൾ പറയാൻ വേണേ മാറ്റി വെച്ചിട്ടുണ്ട്. അത് പക്ഷേ അടുത്ത JB ജംഗ്ഷനിലേക്ക് വേണ്ടി മാത്രമാണെന്ന് പറയുന്നു. ഓക്കെ, ഞാൻ എൻ്റെ സക്രിയുടെ ഗർഭിണികളുടെ പാട്ട് പാടാം. വെയിച്ചില്ല പൂക്കും നാളിൽ കളി തൊട്ടിലാടി കിളി നൊന്ത് പാടിയ രാഗം രാരീരം രാരോ അത് മനമാകെ നിറഞ്ഞേ രാരീരാരോ ഈണമായി കിലും കിലും താളമായി കണ്ണി നിന്നെ കാണാൻ നിന്നതാണോ ഓരോ കടങ്കഥകളായി കാണാം പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ ഓരോ കടങ്കഥകളായി കാണാം പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ. Thank you, Jyotsna. It was great. Thank you, Thank you very much. Thank you very much. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് My pleasure. ഞാൻ തീർച്ചയായിട്ടും പറയട്ടെ, ജോത്സനെ കാത്ത് ഒരുപാട് നല്ല സൗഭാഗ്യങ്ങളും അവസരങ്ങളും കാത്തിരിപ്പുണ്ട്. അതെല്ലാം പൊന്നെന്നെയാണ്. അതെല്ലാം കരഗസ്ഥമാക്കി കഴിയുമ്പോൾ JB ജംഗ്ഷനെ കുറിച്ച് മറക്കരുത്. ഒരിക്കലും ഇല്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ.